സമാധാനമായിട്ട് കിടന്നു ഉറങ്ങുന്ന സൺ സിറ്റി സിറ്റിസൺസ്, ഞാൻ ഈ ഫ്ലൂട്ട് മ്യൂസിക് വായിച്ച് നിങ്ങളുടെ സമാധാനം കെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതെവിടുന്നാ ഈ ശബ്ദം കേൾക്കുന്നത്? എന്താണത്? ഇപ്പൊ ഇതുവഴി പറന്നു പോയത് എന്താ? എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നത്? എന്തൊക്കെയോ എന്റെ പുറകെ ഉള്ള പോലെ തോന്നുന്നു. ഡ്രാഗൺ ഫ്ലൈസോ? അതും ഇത്രത്തോളം ഒരുമിച്ച്? ഡ്രാഗൺ ഫ്ലൈസ് എപ്പോഴും ഇങ്ങനെ കൂട്ടമായി വരാറില്ല, ഒരിക്കലും ഇങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല. പിന്നെ ഇതെന്താണ് സാധനം? അത് ശരി, അപ്പൊ ഈ ഡ്രാഗൺ ഫ്ലൈസ് ഒറിജിനൽ അല്ല, റോബോട്ടിക് ആണ്. ക്യാമറ ഇങ്ങോട്ട് നോക്ക്. നീ ആരായാലും ശരി, ഈ സൺസെറ്റ് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും. മനസ്സിലായോ? അറ്റൂബയുടെ ഹിറ്റ് ഡ്രാഗൺ ഫ്ലൈസിനെ നശിപ്പിച്ചിട്ട് അറ്റൂബയെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അറ്റൂബയെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്യരുത്, ഒരിക്കലും ആരും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. കീക്കോ, നീ എന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഞാനിപ്പോ പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, നിനക്ക് നിന്റെ സൺ സിറ്റിയെ ഒരിക്കലും രക്ഷിക്കാനാവില്ല. ഹലോ കീക്കോ. യു ബ്രദർ. ഹലോ ട്വിങ്കിൾ. ഹലോ ഡോഡോ. കീക്കോ, നിന്റെ ഈ അവസ്ഥ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ വളരെ കഷ്ടമാണല്ലോ. സാധാരണ കഷ്ടമല്ല, വളരെ വലിയ കഷ്ടമാണ്. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. അത് പിന്നെ ഞാൻ കാര്യം എന്താന്ന് വെച്ചാ, അത് ഞങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കീക്കോ? എന്റെ കൂടെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണോ? ടോണി, റോൾ നമ്പർ 420, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ചാലഞ്ച് ചെയ്യാനൊന്നും അല്ല വിളിച്ചത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. അത് ആ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാ, രാവിലെ എല്ലാവരും ജോഗിങ്ങും വാക്കിങ്ങും ചെയ്യുന്ന സമയത്ത് എന്തിനാ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സാർ ഇപ്പൊ ചോദിച്ചതിന്റെ അർത്ഥം അത്രയ്ക്ക് അർജന്റായിട്ട് നീ ഞങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കീക്കോ? അതെന്താന്ന് വെച്ചാ, നമ്മളുടെ ടീം മൊത്തം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മമ്മി, ഇപ്പൊ തന്നെ എല്ലാവരും ഒത്തുകൂടി ഇവിടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു. രക്ഷിക്കണേ. അയ്യോ മേയറെ, റിലാക്സ്. നിങ്ങളുടെ ഈ പേടിയും ഭയവും ഒക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്ത് വെക്ക്. ആദ്യം കീക്കോ പറയുന്ന കാര്യം ഒന്ന് കേക്ക്. പറയാം കീക്കോ, എന്താ കാര്യം? അത് ഇന്നലെ രാത്രി ഞാൻ ഷെടാ, എന്റെ ദൈവമേ,
മെക്കാനിക്കൽ ഡ്രാഗൺ ഫ്ലൈസ് വന്ന് അറ്റാക്ക് ചെയ്തെന്നോ? നീ ആ ഡ്രാഗൺ ഫ്ലൈസിനെ തോൽപ്പിച്ചല്ലേ? അതിന് ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? കൈയടിച്ച് ആഘോഷിക്കണം. ഗുഡ് ഐഡിയ. കൈയടിച്ച് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണിത്. കീക്കോ, നീ ശരിക്കും ഹീറോ തന്നെയാണ്. അല്ലല്ലല്ല, സൂപ്പർ ഹീറോയാണ്. നീ വലിയ വലിയ സൂപ്പർ വില്ലൻസിനെയും തോൽപ്പിച്ചു കഴിഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ഡ്രാഗൺ ഫ്ലൈസ് ഒന്നും നിനക്ക് വലിയ കാര്യമല്ല. ഗുഡ് ജോബ്. ശരി, വരൂ, കീക്കോയുടെ വീരധീര കൃത്യത്തിന് നമുക്ക് കൈയടിച്ച് പ്രശംസിക്കാം. 1 2 മേയർ അങ്കിൾ, അങ്കിൾ എന്താ കാര്യം മനസ്സിലാക്കാത്തത്? ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്റെ സാഹസങ്ങളെ കുറിച്ച് പറയാനല്ല, വാൺ ചെയ്യാനാ വിളിച്ചത്. ആ ഡ്രാഗൺ ഫ്ലൈസിന്റെ അറ്റാക്ക് വെറും ഒരു ട്രെയിലറാ. യഥാർത്ഥ പിക്ചർ ഇനിയും ബാക്കിയുണ്ട്. സൺസിറ്റിയിൽ വലിയൊരു ആക്രമണം നടക്കാൻ പോവാന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അലേർട്ടായിരിക്കണം. ചെറിയ ചെറിയ ഡ്രാഗൺ ഫ്ലൈസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? അവര് വരട്ടെ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എല്ലാവരും അറ്റൻഷൻ വിട്ടേക്കൂ, നല്ലോണം എൻജോയ് ചെയ്യൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അങ്കിൾ എന്നാ പറയുന്നത് മനസ്സിലാവാത്തത്? അത് വളരെ ഡേഞ്ചറസാ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, സിറ്റിയിലെ സ്കൂൾസ്, കോളേജസ്, ഓഫീസസ് എല്ലാം ക്ലോസ് ചെയ്ത് വെക്ക്. ലോക്ക്ഡൌൺ ഡിക്ലെയർ ചെയ്യേ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. ഡോണ്ട് വറി. ആമാ ആ ചെറിയ ഡ്രാഗൺ ഫ്ലൈസ് അങ്ങനെ എന്ത് ചെയ്യുന്ന നീ പേടിക്കുന്നേ? ഞാനൊരു 2 സ്പാനർ വലിച്ചെറിഞ്ഞാലേ അത് പീസ് ആയി പോവും. ടോണിന്ന് പഞ്ച് യൂസ് ചെയ്ത് ആ ഡ്രാഗൺ ഫ്ലൈസിനെ പീസ് ആക്കും. അതോർത്ത് നിങ്ങളാരും പേടിക്കണ്ട. ആ ഡ്രാഗൺ ഫ്ലൈസ് ഇങ്ങോട്ട് വരട്ടെ. ഫുട്ബോൾ പോലെ എടുത്ത് പന്തടിയില്ലെങ്കിലേ ജൂനിയർ ഡിറ്റക്റ്റീവിന്റെ പേര് മാറ്റിക്കോ. ഞാൻ പറയുന്നത് ആരും എന്താ മനസ്സിലാക്കാത്തെ? അത് വളരെ ചെറുതാ, അതുകൊണ്ട് അത് വലിയ ശത്രുവാന്ന് ഞാൻ പറയുന്നത്. നമ്മൾ സിറ്റിയെ എങ്ങനെ സംരക്ഷിക്കും? അയ്യോ നേരെ, ഞാൻ ഒരുപാട് ആലോചിച്ചു. കീക്കോ നമ്മളോട് ടോട്ടൽ സൺസിറ്റിയും ലോക്ക്ഡൌൺ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ കാര്യം അല്പം സീരിയസ് ആയിട്ട് എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെമ്പുവാണ്, താൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാ പിന്നെ ഞാൻ എന്റെ മേയറിന്റെ ചെയറിലിരുന്നു കൊണ്ട് സീരിയസ് ആയിട്ട് അതൊന്ന് ആലോചിക്കട്ടെ. നീയാ ഫ്ലൂട്ട് വായിക്കുന്ന ആളല്ലേ? നീ എന്തിനാ എന്റെ ചെയറിൽ വന്നിരിക്കുന്നത്? ഇത് മേയറിന്റെ ചെയറാണ്. മിണ്ടരുത്, ഇത് മേയറിന്റെ ചെയറാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഞാനാണ് സൺസിറ്റിയുടെ പുതിയ മേയർ, മേയർ ഹത്തൂബ. അത് ശരി, നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്, മേയർ ഹത്തൂബ. അയ്യോ നിങ്ങൾ എന്തായി പറയുന്നത്? ഈ അത്തോമ ഇയാൾക്ക് എങ്ങനെ മേയറാവാൻ പറ്റും? ഇവിടുത്തെ മേയർ താനല്ലേ? അത് ശരിയാണല്ലോ, ഇവിടെ മേയർ ഞാനാണ്. മേയർ ആയിരുന്നു, ഇപ്പൊ സൺസിറ്റിയുടെ പുതിയ മേയർ ഞാനാണ്. ഞാൻ പറയുന്നത് മര്യാദക്ക് കേട്ട് നടന്നാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നീ അത് കണ്ട് മനസ്സിലാക്ക്. ഈ ഡ്രാഗൺ ഫ്ലൈസ് എവിടുന്നാണ് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത്? രക്ഷിക്കണേ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അതോർത്ത് വിഷമിക്കേണ്ട മേയറെ, ആ കേക്ക് ഉണ്ടല്ലോ, ഇതെല്ലാം അവൻ നോക്കിക്കോളും. ഇക്കോയോ? ഹത്തൂയുടെ അറ്റാക്ക് ഒന്നും ഈ കീക്കോയ്ക്ക് താങ്ങാനാവില്ല. താങ്ക് യു ടിങ്കിൾ ആൻഡ് ഡോഡോ, നിങ്ങൾ രണ്ടുപേരും എന്നെ വിശ്വസിച്ചതിന്. ഞാൻ പറഞ്ഞത് കേട്ട് ഈ ബേസ്മെന്റിൽ പതുങ്ങിയിരുന്നതിന് നന്ദി. താങ്ക് യു ഒന്നും പറയേണ്ട കാര്യമില്ല കീക്കോ. ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു. കാരണം നീ ഞങ്ങളുടെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ കൂട്ടുകാരൻ. സാധാരണ കൂട്ടുകാരനല്ല, നല്ല കൂട്ടുകാരൻ, സൂപ്പർ കൂട്ടുകാരൻ. നീ എപ്പോഴും റൈറ്റ് ആണ് കീക്കോ. പക്ഷേ നമ്മളിവിടെ മെക്കാനിക്കൽ ഡ്രാഗൺ ഫ്ലൈസിന്റെ കയ്യിൽ നിന്ന് സേഫ് ആണോ? അതെ, തീർച്ചയായും. ഞാനിവിടെ 4 വശത്തും മാഗ്നറ്റിക് ലേസേഴ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മെറ്റാലിക് സാധനത്തിനും അകത്തേക്ക് കടന്നു വരാൻ പറ്റില്ല.
വിചാരിച്ചത് തന്നെ സംഭവിച്ചു. ആർസവന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. നമ്മുടെ സിറ്റിയിൽ ഡ്രാഗൺ ഫ്ലൈസിന്റെ അറ്റാക്ക് തുടങ്ങിയെന്നാ തോന്നുന്നേ. ഷെടാ എന്റെ ദൈവമേ, മെക്കാനിക്കൽ ഡ്രാഗൺ ഫ്ലൈസിന്റെ അറ്റാക്ക് സിറ്റിയിൽ മാത്രമല്ല, നിന്റെ വീട്ടിൽ നടന്നു കഴിഞ്ഞു. ദേ അങ്ങോട്ട് നോക്ക്. നിങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പുറത്തു പോയി നോക്കിയിട്ട് വരാം. കലക്കി കീക്കോ, കൊള്ളാം. എത്ര നല്ല അടിപൊളി പ്ലാൻ ആണ് നീ ചെയ്തിരിക്കുന്നത്. ഡ്രാഗൺ ഫ്ലൈസിനൊക്കെ പീസ് ആക്കിയില്ലേ നീ? നീ അപ്പൊ പറഞ്ഞ കാര്യം ഞാൻ ഒരല്പം സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിരുന്നു. നമ്മൾ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ആദ്യം തന്നെ ചില ഏർപ്പാടുകൾ ചെയ്യേണ്ടതായിരുന്നു. അയ്യോ, ഇതൊന്നും ഒരു പ്രശ്നമല്ല മേയറെ. നിങ്ങൾ വേണം നോക്കിക്കോ. കീക്കോ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഈ അത്തൂബയെ ഫുട്ബോൾ പോലെ തട്ടി തെറിപ്പിക്കും. കീക്കോ തന്റെ വീട്ടിൽ നിന്ന് പുറത്ത് വന്നതോ എന്റെ ഡ്രാഗൺ ഫ്ലൈസ് അവനെ ഒരു വഴിയാക്കും. അവനെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അതുവരെ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഒരല്പം ട്രീറ്റ് ചെയ്തേക്കാം. അയ്യോ, ഈ അത്തൂബ നമ്മളെ വെച്ച് എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഓ നോ, സൺസിറ്റിയുടെ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. അതുകൊണ്ട് ആർസവൻ പല സ്ഥലത്തും സിഗ്നൽ കാണിക്കുന്നേ. വേറൊരു വഴിയില്ല, സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം ആർസവൻ ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, സൺസിറ്റിയിൽ മെക്കാനിക്കൽ ഡ്രാഗൺ ഫ്ലൈസിന്റെ അറ്റാക്ക് നടക്കുക. എത്രയും പെട്ടെന്ന് ഈ അറ്റാക്കിന് പുറകിൽ ആരാണെന്ന് കണ്ടെത്തണം. എന്തിനാണ് ഈ അറ്റാക്ക് എന്നും കണ്ടുപിടിക്കണം. കീക്കോ മൈ ഡിയർ ബ്രോ, ഈ മെക്കാനിക്കൽ ഡ്രാഗൺ ഫ്ലൈസ് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ടോണി ബോസും ഞങ്ങൾക്കൊപ്പം കുടുങ്ങിക്കിടക്കാണ്. ഞങ്ങളെ ഒന്ന് സഹായിക്കോ. ഇപ്പോഴതിനെ ലേസർ ബീം വെച്ച് അറ്റാക്ക് ചെയ്തേക്കാം. വേണ്ട സൂപ്പർ സ്പീഡോ, ലേസർ ബീമിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അത് ടോണിയെയും റോൾ നമ്പർ 420യെയും ബാധിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? അറിയില്ല ബഡി, ഇത്തവണ എന്റെ കൈവശവും ഒരു ഐഡിയയും ഇല്ല. ഇവനാണ് ആ ഡ്രാഗൺ ഫ്ലൈസിനെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ ചെന്ന് അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഒന്ന് നിക്ക് കീക്കോ, നീ പുറത്തിറങ്ങിയാൽ അവൻ നിന്നെയും ഡാമേജ് ആക്കും. ഞാൻ ഇപ്പോൾ തന്നെ ലൗഡ് സ്പീക്കർ മോഡ് ഓൺ ചെയ്തേക്കാം. നീ ഇവിടെ ഇരുന്ന് സംസാരിക്കേ. ഗുഡ് മോർണിംഗ് അങ്കിൾ. നിങ്ങൾ ആരാ? എന്തിനാ നിങ്ങൾ ഈ സൺസിറ്റിയെ ഡ്രാഗൺ ഫ്ലൈസിനെ വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്? ഈ മാജിക്കൽ ഫ്ലൂട്ട് വായിച്ച് എല്ലാവരുടെയും സ്വയം കെടുത്താൻ വന്നിരിക്കുകയാണ്. അത്തൂബ, അത്തൂബ. ഞാൻ ഈ സൺ സിറ്റി മൊത്തം ഭരിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കീക്കോ എത്ര വലിയ സൂപ്പർ ഹീറോ ആയാലും ശരി, പക്ഷെ ഞാൻ അവനെക്കാളും വലിയ വില്ലനാണെന്ന് പ്രൂവ് ചെയ്യും. നോക്കൂ സൺ സിറ്റിയിലെ ജനങ്ങളെ, കീക്കോ ഇപ്പൊ പേടിച്ച് വരണ്ട. തന്റെ സൂപ്പർ സ്പീഡോയ്ക്ക് അകത്ത് പതുങ്ങിയിരിക്കുകയാണ്. കീക്കോ, അതവൻ നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള അടവാണ്. അവൻ നിന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ്. എന്തു പറ്റി കീക്കോ? പേടിച്ചു പോയോ? നിന്റെ ഈ കൂട്ടുകാരെ രക്ഷിക്കാൻ നീ പുറത്തേക്ക് ഇറങ്ങി വരില്ലേ? അങ്ങോട്ട് നോക്ക്. ഓ നോ, അത്തൂബ അവരെ എല്ലാവരെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. മോനെ കീക്കോ, നീ പറഞ്ഞ കാര്യം ഞാൻ അപ്പത്തിന് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിരുന്നു. വളരെ അലേർട്ട് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകില്ലായിരുന്നു.
അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല മേയർ അങ്കിൾ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ ഈ സൺസിറ്റി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ അവരെങ്ങനെ രക്ഷിക്കുക? സൂപ്പർ സ്പീഡോട് അകത്തിരുന്നാണോ രക്ഷിക്കാൻ പോകുന്നത്? ഞാൻ ഈ ഫ്ലൂട്ട് വായിച്ച് എല്ലാവരുടെയും സ്വൈരം കെടുത്തു. ഹട്ടൂബാ, ഹട്ടൂബാ. സൂപ്പർ സ്പീഡോ, ഇതാണ് കൃത്യസമയം. ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 107. ഇത്രയും ഡ്രാഗൺ ഫ്ലൈയുടെ മുകളിൽ നമ്മുടെ ഈ ഫോർമുല വർക്കൗട്ട് ആകുമോ എന്നറിയില്ല. സ്റ്റിൽ ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 107. ഈ ബോംബ് റോഡ് റോളറിനെ പീസ് പീസ് ആക്കും. നീ എത്ര പ്രാവശ്യം എന്റെ റോഡ് റോളർ തകർത്താലും അത്ര വേഗം എന്റെ ഡ്രാഗൺ ഫ്ലൈസ് അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കൂ. ഓ നോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഞാൻ പുറത്തേക്ക് പോയേ പറ്റൂ. അതിനു മുമ്പ് നീ ഫോർമുല നമ്പർ 116 അപ്ലൈ ചെയ്തേക്ക്. ലേസർ റൈറ്റ് വെച്ച് ഒരു റൂം ക്രിയേറ്റ് ചെയ്യേ. ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. പക്ഷേ 56 ആക്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് എനർജി ആവശ്യമുണ്ടാകും. എനിക്കൊരു 5 മിനിറ്റേക്ക് മാത്രമേ ലേസർ റൂം റെഡിയാക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് 5 മിനിറ്റ് തന്നെ ധാരാളം മതി. എന്നെ എജക്ട് ചെയ്യേ. വേഗം ചെയ്യിക്കോ. ഒരുപാട് നേരത്തേക്ക് ഈ റൂം എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. Are you okay, Kiko? I'm okay, buddy. വേഗം എന്തെങ്കിലും ചെയ്ത് അവന്റെ കഥ അവസാനിപ്പിക്കേ. 60 സെക്കൻഡ്സിൽ കൂടുതൽ എനിക്ക് ലേസർ റൂം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഈ വോൾട്ട് തകർന്നു പോകും. പിന്നെ എല്ലാ ഡ്രാഗൺ ഫ്ലൈസും അകത്തേക്ക് വന്ന് അറ്റാക്ക് ചെയ്യും. നീ വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ. ഹത്തുബ ആ ഫ്ലൂട്ട് വെച്ചാണ് ഈ ഡ്രാഗൺ ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യുന്നത്. അവൻ ഫ്ലൂട്ട് വായിക്കുമ്പോഴാണ് ഈ ഡ്രാഗൺ ഫ്ലൈസ് മൂവ് ആകുന്നത്. ചാൻസ് കിട്ടുമ്പോൾ ഞാൻ ആ ഫ്ലൂട്ട് അങ്ങ് തകർത്തേക്കാം. ഓൾ ദി ബെസ്റ്റ് ബ്രോ. എന്റെ ടൈമർ ഓൺ ആയി കഴിഞ്ഞു. 60, 59, 58. ഓ നോ, ലേസർ റൂം തകർന്നു പോയി. എന്റെ എനർജിയും ഡൗൺ ആയി പോയി. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും അവസാനമാണ്.
നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? ഹറ്റൂബ നിന്നെ വെറുതെ വിടില്ല, നോക്കിക്കോ. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. ഡ്രാഗൺ ഫ്ലൈസിനെ വെച്ച് നീ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചതില്ലേ? ഞാൻ നിന്നെ ജയിലിലിട്ട് അഭ്യാസങ്ങൾ കാണിക്കാം. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞു വരുന്നത് നിനക്ക് ജയിലിൽ ചെന്ന് മാവ് കുഴയ്ക്കാനുള്ള സമയമായെന്നാ. അതുബ, നീ സൺസിറ്റിയുടെ മേയർ ഒന്നുമല്ല, പക്ഷേ പ്രസിഡന്റർ ആവാനുള്ള യോഗ്യതയുണ്ട്. താങ്ക് യു കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. ശത്രുക്കളെ അടയാളമില്ലാതെ നശിപ്പിക്കും. ധൈര്യത്തോടെ ഞങ്ങൾ ഏത് പ്രശ്നത്തെയും നേരിടും.